മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി MT അബ്ദുള്ള മുസ്ലിയാരെ തെരഞ്ഞെടുത്തു. സ്ഥിരം ജനറൽ സെക്രട്ടറിയെ പിന്നീട് ചേരുന്ന മുഷാവറ യോഗം തെരഞ്ഞെടുക്കും. അതേസമയം വാഫി വിഷയത്തിൽ സമസ്തയുടെ നിലപാടിന് വിരുദ്ധമായി സംസാരിച്ചുവെന്ന് കാണിച്ച് ഹംസ ഫൈസി ഹൈത്തമിയെ മലപ്പുറം ജില്ലാ മുഷവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. റിയാസ് KMR വിവരങ്ങൾ നൽകുന്നു. മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആലിക്കുട്ടി മുസ്ലിയാരുടെ നിര്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ കേന്ദ്ര മുഷാവറ യോഗമാണ് ഇന്ന് കോഴിക്കോട് സമസ്താലയത്തിൽ ചേർന്നത്. അതിന്റെ ഏറ്റവും സുപ്രധാന അജണ്ട എന്ന് പറയുന്നത് ആലിക്കുട്ടി മുസ്ലിയാർക്ക് ശേഷം ഇനി ആരാണ് സംഘടനയെ നയിക്കേണ്ടത്, അധ്യക്ഷനായ ജിഫ്രി തങ്ങൾക്കൊപ്പം കാര്യദർശിയായി ആര് വേണം എന്നുള്ളതായിരുന്നു പ്രധാന ചർച്ചാ വിഷയമായി വന്നിരുന്നത്. അതിൽ തന്നെ ചിലരുടെ പേരുകൾ ഉയർന്നു വന്നു. അത് സമസ്തയുടെ ട്രഷററായിട്ടുള്ള PP ഉമർ മുസ്ലിയാർ കൊയ്യോട്, ഒപ്പം തന്നെ സമസ്ത ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡിന്റെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, ഒപ്പം തന്നെ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മൂസക്കുട്ടി ഹസ്രത്ത് തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരം പേരുകളെല്ലാം തന്നെ ഇന്നത്തെ ഈ യോഗം ചർച്ച ചെയ്തു. തുടർന്ന് ഒരു കൃത്യമായൊരു തീരുമാനമെടുക്കും. അതിനെ തുടർന്നാണ് പിന്നീട് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ 41ാം ചരമ ദിനം പിന്നിട്ട ശേഷം ചേരുന്ന സമസ്തയുടെ മുഷാവറ യോഗം, അതായത് ഇനി വരുന്ന മാസം 2-ാം തീയതി ആകുമ്പോഴേക്കാണ് ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണത്തിന് ശേഷമുള്ള 41 ദിവസം പിന്നിടുക. ഇസ്ലാം മത വിശ്വാസപ്രകാരം 41 എന്നത് പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നിർവഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത് പൂർത്തിയായതിനു ശേഷം ഒരു സ്ഥിരം ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചർച്ചകൾ നീങ്ങിയിരിക്കുന്നത്. അതുവരെ പക്ഷേ സംഘടനയുടെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അതിനായി നിലവിൽ സമസ്തയുടെ സെക്രട്ടറിയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ തുടരട്ടെ എന്നൊരു തീരുമാനമാണ് കൈക്കൊണ്ടത്. ഒപ്പം തന്നെ മറ്റൊരു നടപടി സമസ്തയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ സമസ്ത ജില്ലാ മുഷാവറകളുണ്ട്. സമസ്തയ്ക്ക് കേന്ദ്ര മുഷാവറ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സമസ്തയുടെ ജില്ലകളിലുള്ള പണ്ഡിതന്മാരുടെ ഉന്നതാധികാര സമിതിയായിട്ട് ജില്ലാ മുഷാവറയുണ്ട്. അതിൽ മലപ്പുറം ജില്ലാ മുഷാവറയിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഹംസ ഫൈസി ഹൈത്തമി എന്നുള്ളത്. അദ്ദേഹം സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം നേതാവ് കൂടിയാണ്. ഈ ഹംസ ഫൈസി ഹൈത്തമിയെ ഇന്ന് സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും സമസ്ത കേന്ദ്ര മുഷാവറ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വാഫി വിഷയത്തിൽ സമസ്ത സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായി അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. ഈ വാഫി വിഷയമാണ് സമസ്തയും ലീഗും തമ്മിലുള്ള ഒരു തർക്കങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചതും അത് പിന്നീട് മൂർച്ഛിക്കുന്നതിന് കാരണമായതും ഈ വാഫി വിഷയമാണ്. ആ വാഫി വിഷയത്തിൽ സമസ്തയുടെ പൊതുവായ നിലപാടിന് വിരുദ്ധമായി സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് സമസ്തയിലെ ലീഗ് അനുകൂല നേതാവ് കൂടിയായിട്ടുള്ള മലപ്പുറം ജില്ലാ മുഷാവറ അംഗമായിരുന്ന ഹംസ ഫൈസി ഹൈത്തമിയെ മലപ്പുറം ജില്ലാ മുഷാവറയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് എത്തിയത്. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിലാണ് ഇന്ന് കേന്ദ്ര മുഷാവറ യോഗം ചേർന്നത്. ശരി, മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ നിർണായകമായ മുഷാവറ യോഗം കഴിഞ്ഞ അവസരത്തിൽ എന്താണ് ഇനി ഈ സംഘടനയുടെ മുന്നോട്ട് പോക്ക്? MT അബ്ദുള്ള മുസ്ലിയാരെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്ഥിരം ജനറൽ സെക്രട്ടറിയെ പിന്നീട് ചേരുന്ന മുഷാവറ യോഗം തെരഞ്ഞെടുക്കുമെന്നാണ് റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നത്.